നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലം ചെയ്യാം. ഇതിൽ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഡ്രോ ദ ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാംസ്. Shear force and bending moment diagrams for a simply supported beam with a point load W, okay, located at a distance A from left support and at a distance B from the right support. The total span of beam is L. Okay, അപ്പോൾ ഇത് സിമെട്രിക് അല്ല, എക്സെൻട്രിക് ആയിട്ടുള്ള ലോഡിംഗ് കണ്ടീഷൻ ആണ്. സിംപ്ലി സപ്പോർട്ടഡ് ബീം. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് ബീം. അപ്പം ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമ്മളപ്പം സിംപ്ലി സപ്പോർട്ട് ബീം ഒന്ന് വരയ്ക്കണം. ഫിഗർ എക്സാമിന് തരണമെന്നില്ല. ഓക്കെ, സിംപ്ലി സപ്പോർട്ട് ബീം വരച്ചു. അതിന് രണ്ടിനും പേര് കൊടുക്കാം, എ ബി. ഓക്കെ, വിത്ത് എ പോയിന്റ് ലോഡ് ഡബ്ല്യു ലൊക്കേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് എ. അപ്പോൾ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് സ്മോൾ ലെറ്റർ എ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് ആ ലോഡ് ആക്ട് ചെയ്യുന്നത്. ലോഡിന്റെ മാഗ്നിറ്റ്യൂഡ് ഡബ്ല്യു. ബി എന്ന് പറയുന്നത് എന്തുന്നത് ബി ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ടോട്ടൽ സ്പാൻ ഓഫ് ദ ബീം ഈസ് എൽ. ഓക്കെ, അപ്പോൾ എ പ്ലസ് ബി എന്ന് പറയുന്നത് എൽ ആണ്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ബീം ഉള്ളത്. ഓക്കെ, അത് ഞാനിവിടെ എടുത്ത് വരച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഇനി ഇതിന്റെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് നമ്മൾ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന്റെ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഇതുപോലെ സിമെട്രിക് അൺസിമെട്രിക് ആണെങ്കിൽ, ദാറ്റ് മീൻസ് എക്സെൻട്രിക് ആയിട്ടാണ് ലോഡ് വരുന്നതെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഉണ്ട്. ഇതുപോലെ വരുന്ന കേസ്, പോയിന്റ് ലോഡ് എക്സെൻട്രിക് വരുന്ന കേസ്, വെർട്ടിക്കൽ റിയാക്ഷൻ അറ്റ് എ എന്ന് പറയുന്നത് ഡബ്ല്യു ബി ബൈ എൽ ആയിരിക്കും. ഓക്കെ, ലോഡ് എയിലാണെങ്കിൽ ഈ ഡിസ്റ്റൻസ് മൾട്ടിപ്ലൈ ലോഡിന്റെ കൂടെ. ഓക്കെ, ഡബ്ല്യു ബി ബൈ എൽ. എൽ മീൻസ് അവിടുത്തെ സ്പാൻ എത്രയാണോ ആ ഫുൾ സ്പാൻ അവിടെ എടുക്കണം, ഡബ്ല്യു ബി ബൈ എൽ. ഇനി വി ബി ആണെങ്കിൽ, ഇപ്പം ബി ആണെങ്കിൽ എ ആണ് അവിടെ ലെങ്ത് ആയിട്ട് എടുക്കേണ്ടത്, ഡബ്ല്യു എ ബൈ എൽ ആയിരിക്കും വരിക. ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. വി എ ആണെങ്കിൽ ഈ ഒരു ഫിഗർ ഓർക്കുക, ഇത് എ ബി എന്ന് പറയുന്ന രണ്ട് സപ്പോർട്ടാണ്. അപ്പോൾ എ എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് എ ആണെങ്കിൽ, അതുപോലെ ബി എന്ന് പറയുന്ന സപ്പോർട്ടിൽ നിന്ന് ലോഡിലേക്കുള്ള ഡിസ്റ്റൻസ് ബി ആണെങ്കിൽ, വി എ എന്ന് പറയുന്നത് വി ബി ഡബ്ല്യു ബി ബൈ എൽ ആയിരിക്കും. അതായത് വെർട്ടിക്കൽ റിയാക്ഷൻ എ, വെർട്ടിക്കൽ റിയാക്ഷൻ ബി എന്ന് പറയുന്നത് ഡബ്ല്യു എ ബൈ എൽ ആയിരിക്കും. ആ ഇക്വേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സൊല്യൂഷൻ സ്റ്റെപ്പ് 1, സപ്പോർട്ട് റിയാക്ഷൻ. വി എ ഇസ് ഈക്വൽ ടു ഡബ്ല്യു ബി ബൈ എൽ ആൻഡ് വി ബി ഇസ് ഈക്വൽ ടു ഡബ്ല്യു എ ബൈ എൽ. ഇത് നമുക്ക് ഇക്വേഷൻ പ്രകാരം ചെയ്യാം കേട്ടോ, ഏതെങ്കിലും സൈഡിന് മൊമെന്റ് എടുത്ത് ചെയ്യാം. എന്നാൽ നമ്മൾ സമയം ലാഭിക്കാൻ നമുക്ക് ഈ ഡയറക്റ്റ് ഇക്വേഷൻ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ ഈ ഡബ്ല്യുവിന് പകരം വേറെ ഏതെങ്കിലും മാഗ്നിറ്റ്യൂഡ് ഉള്ള ലോഡാണെങ്കിൽ 10 കിലോ ന്യൂട്ടനും അതുപോലെ എല്ലിന് ഇപ്പോൾ ഒരു വാല്യൂ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ തന്നെ ആ കറസ്പോണ്ടിങ് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് റിയാക്ഷൻസ് കിട്ടും. ഓക്കെ, വേണമെങ്കിൽ ഞാൻ ആ മൊമെന്റ് എടുത്തിട്ട് കണ്ടുപിടിക്കുന്നതും കൂടെ ഇതിൽ പറയാം. ടേക്കിംഗ് മൊമെന്റ് അബൌട്ട് എ ഓർ ബി. ഓക്കെ, ഞാൻ എ എടുക്കുവാണ്. ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇവിടെ എയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ വി എ ഇൻറ്റു 0. വി എ കാരണം എയിൽ മൊമെന്റ് ഉണ്ടാവുന്നില്ല. പിന്നെ ഡബ്ല്യു താഴോട്ട് ആക്ട് ചെയ്യുന്നു. എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് ആണ്. അപ്പോൾ താഴോട്ട് വന്ന് ടുവേർഡ്സ് ലെഫ്റ്റ് എന്ന് പറയുമ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ്. ഓക്കെ, അപ്പോൾ പ്ലസ് ആയി, പ്ലസ് ഡബ്ല്യു ഇൻറ്റു എ. ഓക്കെ, എയിലേക്കുള്ള ഡിസ്റ്റൻസ് സ്മോൾ ലെറ്റർ എ. പിന്നെയുള്ളത് വി ബി ആണ്. മുകളിലോട്ട് ആക്ട് ചെയ്യുന്നു. എ എന്ന് പറയുന്ന പോയിന്റ് ലെഫ്റ്റ് ആണ്. അപ്പോൾ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് വി ബി കാരണം എയിലേക്ക് മൊമെന്റ് വരുന്നത്. അപ്പോൾ മൈനസ്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ് മൈനസിലാണല്ലോ എടുക്കുക. മൈനസ് വി ബി ഇൻറ്റു എൽ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്താൽ മൈനസ് വി ബി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു മൈനസ് ഡബ്ല്യു ഇൻറ്റു എ എന്ന് കിട്ടും. മൈനസ് മൈനസ് ക്യാൻസൽ ചെയ്താൽ വി ബി ഇൻറ്റു എൽ ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ എന്ന് കിട്ടും. വി ബി ഈസ് ഈക്വൽ ടു ഡബ്ല്യു എ ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വി ബി നമുക്ക് ഡബ്ല്യു എ ബൈ എൽ കിട്ടി. ഇനി വി എ കിട്ടാൻ വേണ്ടിയിട്ട് സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 കൊടുത്താൽ മതി. വെർട്ടിക്കൽ ഫോഴ്സുകൾ ഏതൊക്കെയാണുള്ളത്? വി എ ഉണ്ട്, വി ബി ഉണ്ട്, പിന്നെ മൈനസ് ഡബ്ല്യു. ഓക്കെ, വി ബി അപ്വേർഡ് ആയതുകൊണ്ട് പ്ലസ്സിൽ എഴുതി, ഡബ്ല്യു താഴോട്ട് ആയതുകൊണ്ട് മൈനസിൽ എഴുതി, ഈക്വൽ ടു 0. ഇനി നമുക്ക് വി ബി വാല്യൂ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വി എ പ്ലസ് ഡബ്ല്യു എ ബൈ എൽ മൈനസ് ഡബ്ല്യു ഈക്വൽ ടു 0. അപ്പോൾ വി എ ഇവിടെ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ ഇവിടെ ഡബ്ല്യു പ്ലസ് ആവും, മൈനസ് ഡബ്ല്യു എ ബൈ എൽ എന്നായിരിക്കും. ഓക്കെ, ഇതിൽ നമുക്ക് ഇതിൻ്റെ ഡിനോമിനേറ്റർ കോമൺ ആക്കി എടുക്കാം. അപ്പോൾ വി എ ഇസ് ഈക്വൽ ടു
ഡിനോമിനേറ്റർ കോമൺ ആക്കുമ്പോൾ ഇവിടെ ഡബ്ല്യൂന്റെ കൂടെ എല്ലും ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. WL മൈനസ് WA കോമൺ ഡിനോമിനേറ്ററായി ഡിവൈഡ് ബൈ എൽ. ഓക്കെ, ഇതിൽ നമുക്ക് W പുറത്തെടുക്കാം. W പുറത്തെടുത്ത് കഴിഞ്ഞാൽ W ഇൻറ്റു L മൈനസ് A ബൈ എൽ എന്നായിരിക്കും. അപ്പൊ L മൈനസ് A എന്താ? ഇവിടെ മുതൽ ഇതുവരെ L ആണ്. L മൈനസ് A എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ WB ബൈ എൽ എന്ന് കിട്ടും. ഓക്കെ, WB ബൈ എൽ VA എന്ന് പറഞ്ഞു കിട്ടും. അപ്പൊ ഈ രീതിയിലാണ് സപ്പോർട്ട് റിയാക്ഷൻ ഏതെങ്കിലും ഒരു സൈഡിന് മൊമെന്റ് എടുത്ത് അതുപോലെ സമ്മേഷൻ ഓഫ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന രണ്ട് ഇക്വിലിബ്രിയം കൺസെപ്റ്റ്സ് യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റെപ്പ് 1 ആയി സപ്പോർട്ട് റിയാക്ഷൻസ് കിട്ടി. VA ഈസ് ഈക്വൽ ടു WB ബൈ എൽ ആൻഡ് VB ഈസ് ഈക്വൽ ടു WA ബൈ എൽ. ഓക്കെ, ഇത് ഓർത്തിരുന്നാൽ നല്ലതായിരിക്കും, സമയം ലാഭിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഷിയർ ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. ഷിയർ ഫോഴ്സ്, അപ്പം ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും കൂടി ആ ഫ്രീ ബോഡി ഡയഗ്രം എടുത്ത് വരയ്ക്കുവാണ്. ഓക്കെ, ഇവിടെ VA വാല്യൂ ഈസ് WB ബൈ എൽ, ഇവിടെ VB ഈസ് ഈക്വൽ ടു WA ബൈ എൽ. അതുപോലെ ലോഡ് എക്സെൻട്രിക് ആണല്ലോ, ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നു. W, ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് A, ഈ ഡിസ്റ്റൻസ് B, ടോട്ടൽ സ്പാൻ എല്ലാം എന്നുള്ളത് അറിയാം. ഓക്കെ, ഇനി ഷിയർ ഫോഴ്സ് അറ്റ് A. ഷിയർ ഫോഴ്സ് അറ്റ് A എന്ന് പറയുന്നത് എന്താണ്? WB ബൈ എൽ മാത്രമേ ഉള്ളൂ. ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ഫോഴ്സ് പോസിറ്റീവും ഡൗൺവേർഡ് ഫോഴ്സ് നെഗറ്റീവ് എന്നുള്ള രീതിയിലാണ് എടുക്കുന്നത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ. അപ്പോൾ VA ഇസ് ഈക്വൽ ടു WB ബൈ എൽ. ഓക്കെ, അപ്പോൾ അത് മാത്രമേ ഉള്ളൂ എയിലുള്ള ലോഡ്. ഓക്കെ, അപ്പോൾ അതായിരിക്കും അവിടുത്തെ ഷിയർ ഫോഴ്സ്. WB ബൈ എൽ കിട്ടി. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് C എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ WB ബൈ എൽ ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ അപ്വേർഡ് ആണ്. പിന്നെ ഉണ്ട് സിയിലെത്തിയപ്പോൾ W എന്ന് പറയുന്ന ലോഡ് വന്നു. ഓക്കെ, അപ്പോൾ അത് ഡൗൺവേർഡ് ആണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ മൈനസ് W ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കിങ്ങനെ വരും. ഷിയർ ഫോഴ്സ് അറ്റ് C ഈസ് ഈക്വൽ ടു WB ബൈ എൽ മൈനസ് W. ഓക്കെ, ഇതിൽ നമുക്ക് ഡിനോമിനേറ്റർ കോമൺ ആക്കാം. WB മൈനസ് WL ഡിവൈഡ് ബൈ എൽ എന്ന് വരും. ഓക്കെ, ഇതിൽ ഞാൻ മൈനസ് W എന്നുള്ളത് പുറത്തെടുക്കുവാണ്. മൈനസ് W പുറത്തെടുത്ത് കഴിഞ്ഞാൽ L മൈനസ് B ബൈ എൽ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ L മൈനസ് B എന്ന് പറയുന്നത് A ആണ്. അപ്പോൾ നമുക്കിവിടെ കിട്ടും ഷിയർ ഫോഴ്സ് അറ്റ് C ഈസ് മൈനസ് WA ബൈ എൽ എന്നുള്ള രീതി കിട്ടും. ഓക്കെ, ഷിയർ ഫോഴ്സ് അറ്റ് C മൈനസ് WA ബൈ എൽ ആണ്. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് B. ഷിയർ ഫോഴ്സ് അറ്റ് B നോക്കാം. അവിടെയും VA ഉണ്ട്, W ഉണ്ട്, സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഷിയർ ഫോഴ്സ് അറ്റ് B ഈസ് ഈക്വൽ ടു WB ബൈ എൽ. ഓക്കെ, മൈനസ് W. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ സെയിം തന്നെയാണ്, മൈനസ് WA ബൈ എൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെയുള്ള റിയാക്ഷൻ വരുന്നത്. അപ്പം ബിയിലുള്ള ഷിയർ ഫോഴ്സ് എന്ന് പറയുന്നത് മൈനസ് WA ബൈ എൽ തന്നെയാണ്. ഇവിടെ എത്തുമ്പോൾ ആ ഡയഗ്രത്തിൽ നമ്മളിവിടെ 0ൽ ക്ലോസ് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റും. അതിൻ്റെ കൂടെ ഈ റിയാക്ഷനും കൂടെ ആഡ് ആവുമല്ലോ. ഓക്കെ, അപ്പോൾ ഷിയർ ഫോഴ്സ് വാല്യൂസ് നമുക്ക് 3 പോയിന്റിലുള്ളതും കിട്ടി. ഇനി നമ്മൾ ബെൻഡിങ് മൊമെന്റിന്റെ വാല്യൂസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഞാൻ വീണ്ടും ആ ഫ്രീ ബോഡി ഡയഗ്രം എടുത്ത് വരയ്ക്കുകയാണ്. ഇവിടെ VA is equal to WB by L and VB is equal to WA by L. ഇവിടെ ലോഡ് ഉണ്ട് W, that is acting at a distance A, and B എന്ന് പറയുന്ന പോയിന്റ് അത് B ആണ്. ഓക്കെ, ഈ പോയിന്റ് ഞാൻ C ആക്കി വെച്ചു. ടോട്ടൽ സ്പാൻ എന്ന് പറയുന്നത് L ആണ്. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് എടുക്കുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുമ്പോൾ ക്ലോക്ക് വൈസ് മൊമെന്റ് പോസിറ്റീവും ആന്റി ക്ലോക്ക് വൈസ് നെഗറ്റീവും ആണ്. അപ്പം ബെൻഡിങ് മൊമെന്റ് അറ്റ് A എന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ഫോഴ്സ് WB ബൈ L ആണ്. ഇൻടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, എയിൽ തന്നെയാണ് മൊമെന്റ് കാണുന്നത്, ലോഡ് ആക്ട് ചെയ്യുന്ന എയിൽ തന്നെയാണ്. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് വിൽ ബി ഈക്വൽ ടു 0. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് A is 0. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് C എന്ന് പറയുമ്പോൾ VA ഇൻറ്റു A ആയിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് മുകളിലോട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. C എന്ന് പറയുന്ന പോയിന്റ് റൈറ്റിലാണ്. അപ്പോൾ നമുക്ക് മൊമെന്റ് കിട്ടുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ പ്ലസ് ആണ്, പ്ലസ് VA ഇൻറ്റു A. ഓക്കെ, W ആക്ട് ചെയ്യുന്നത് സിയിൽ തന്നെയാണ്, എന്നാൽ അവിടെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് W കാരണം സിയിൽ ഉണ്ടാക്കുന്ന മൊമെന്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ VA ഇൻറ്റു A. VA എന്ന് പറയുന്നത് WB ബൈ L ആണ് ഇൻറ്റു A. ദാറ്റ് ഈസ് WAB ബൈ L ആയിരിക്കും ബെൻഡിങ് മൊമെന്റ് അറ്റ് C എന്ന് പറയുന്നത്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് C ഈസ് WB ബൈ L ഇൻറ്റു A. ദാറ്റ് ഈസ് WAB ബൈ L. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് B. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് B. ബെൻഡിങ് മൊമെന്റ് അറ്റ് B ഈസ് B ആണ്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് B ഈസ് നമ്മളിപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് VA ഇൻറ്റു L വരും.
ഓക്കെ, വി എ ഇൻറ്റു എൽ. ഓക്കെ, അത് ക്ലോക്ക് വൈസ് ആണല്ലോ. മൈനസ് ഡബ്ല്യു ഇൻറ്റു ബി വരും, മൈനസ് ഡബ്ല്യു ഇൻറ്റു ബി. വേറെ ഒന്നുമില്ല, ബിയിലുള്ള ബെൻഡിങ് മൊമെന്റ് ആയി. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ വി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡബ്ല്യു ബി ബൈ എൽ. ഓക്കെ, ഡബ്ല്യു ബി ബൈ എൽ ഇൻറ്റു എൽ മൈനസ് ഡബ്ല്യു ബി എന്ന് വരും. ഓക്കെ, എല്ലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡബ്ല്യു ബി മൈനസ് ഡബ്ല്യു ബി എന്നായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി ഈസ് 0 ആണ്. ഓക്കെ, അപ്പം ബെൻഡിങ് മൊമെന്റ് അറ്റ് എയും ബിയും 0. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇപ്പൊ ഏത് ടൈപ്പ് ലോഡ് വന്നാലും സിംപ്ലി സപ്പോർട്ടഡ് എൻഡ്സിൽ സപ്പോർട്ട്സിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്, അതായത് സിംപ്ലി സപ്പോർട്ടഡ് എൻഡിൽ വരുന്ന അല്ലെങ്കിൽ സപ്പോർട്ട്സിൽ വരുന്ന ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ചെയ്താൽ നമുക്ക് 0 കിട്ടണം. അപ്പൊ ഇൻ കേസ് നിങ്ങൾ ഇതുപോലെ സ്റ്റെപ്പ് കാണിക്കുമ്പോൾ 0 കിട്ടിയില്ലെങ്കിൽ എവിടെയോ തെറ്റിയിട്ടുണ്ട്, ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് അത് 0 കിട്ടി എന്നുള്ളത് ഉറപ്പ് വരുത്താം. ഓക്കെ, ഇനി നമ്മൾ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ആണ് വരയ്ക്കാൻ പോകുന്നത്, ഷിയർ ഫോഴ്സ് ആൻഡ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഞാൻ ആ ബീം എടുത്തൊന്നും കൂടെ വരച്ചു. ഓക്കെ, അത് ഓരോ പ്രധാനപ്പെട്ട പോയിന്റ്സും ഡോട്ടഡ് ലൈനിൽ താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്തു. ആദ്യം ഷിയർ ഫോഴ്സ് ഡയഗ്രാം ആണ്, ബേസ് ലൈൻ വരച്ചു. ഓക്കെ, ബേസ് ലൈൻ ഇതാണ്. ഓക്കെ, എ സി ബി എന്ന് പറയുന്ന ബേസ് ലൈൻ. അപ്പം ഷിയർ ഫോഴ്സ് അറ്റ് എ എന്ന് പറയുന്നത് ഡബ്ല്യു ബി ബൈ എൽ ആണ്, അത് പ്ലസ് ആണ്. അപ്പൊ ഡബ്ല്യു ബി ബൈ എൽ ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. അപ്പം 0 ഡബ്ല്യു ബി ബൈ എല്ലിലേക്ക് വരച്ചു. ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വേറെ ലോഡുകളൊന്നും ഇല്ല, സി വരെ. അപ്പൊ ഈ ഡബ്ല്യു ബി ബൈ എൽ എന്ന് പറയുന്ന വാല്യൂ തന്നെ സി വരെ കണ്ടിന്യൂ ചെയ്യും. സി എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഡബ്ല്യു എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പോൾ ഡബ്ല്യു ബി ബൈ എൽ മൈനസ് ഡബ്ല്യു. അപ്പോൾ നമുക്ക് അവിടെ കിട്ടിയിരുന്നു ഷിയർ ഫോഴ്സ് അറ്റ് സി ഈസ് മൈനസ് ഡബ്ല്യു എ ബൈ എൽ. അപ്പം ഡബ്ല്യു ബി ബൈ എൽ എന്നത് മൈനസ് ഡബ്ല്യു എ ബൈ എല്ലിലേക്ക് പോയി. അപ്പോൾ മൈനസിലേക്ക് പോകുമ്പോൾ നേരെ ഇത് താഴോട്ടേക്ക് കാണിക്കുക, മൈനസ്. ഓക്കെ, ഡബ്ല്യു എ ബൈ എൽ ഞാൻ ഇത്രയും ഹൈറ്റ് ആണെന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതിന്റെ ഇൻ ബിറ്റ്വീൻ വേറെ ലോഡുകളൊന്നുമില്ല, ബി വരെ ഈ വാല്യൂ തന്നെ കണ്ടിന്യൂ ചെയ്യും. ബിയിൽ എത്തുമ്പോൾ അവിടുത്തെ ഷിയർ ഫോഴ്സ് ഡബ്ല്യു എ ബൈ എൽ ആണ്. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് ഡബ്ല്യു എ ബൈ എൽ ആണ്, താഴോട്ടാണല്ലോ, അതായത് ബേസ് ലൈനിന്റെ താഴോട്ട് മൈനസ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമ്മൾ താഴോട്ടാണ് ഇപ്പം വരച്ചിരിക്കുന്നത്, മൈനസ് വാല്യൂലായതുകൊണ്ട്. ഇവിടെ എത്തുമ്പോൾ നമുക്ക് അവിടെയുള്ള ഷിയർ ഫോഴ്സ് വാല്യൂ ഉണ്ട്, വി ബി, ദാറ്റ് ഈസ് ഡബ്ല്യു എ ബൈ എൽ, അത് പ്ലസ് ആണ് അല്ലെ, വി ബി ഈസ് ഈക്വൽ ടു. അപ്പൊ നമുക്ക് ഇവിടെ 0 വന്ന് ക്ലോസ് ആവും. ഇതായിരിക്കും നമ്മുടെ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. ബേസ് ലൈനിന്റെ മുകളിലത് പ്ലസ് മാർക്ക് ചെയ്യാം, താഴെയുള്ളത് മൈനസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റഡ് ആയി. ഇനി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം രണ്ട് സപ്പോർട്ടിലും ബെൻഡിങ് മൊമെന്റ് 0 ആണ്. സെന്റർ മീൻസ് ഈ ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്ത്. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് സി. ഓക്കെ, വാല്യൂ ഈസ് ഡബ്ല്യു എ ബി ബൈ എൽ. ഓക്കെ, അപ്പം എയിൽ ഞാൻ 0 മാർക്ക് ചെയ്തു. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി ഡബ്ല്യു എ ബി ബൈ എൽ ഞാൻ പോസിറ്റീവ് ആയതുകൊണ്ട് എ സി ബി എന്ന് പറഞ്ഞതാണ് ബേസ് ലൈൻ, അതിന്റെ മുകളിലോട്ട് മാർക്ക് ചെയ്തു. ഓക്കെ, ബെൻഡിങ് മൊമെന്റ് അറ്റ് ബി എന്ന് പറയുന്നത് 0 ആണ്, അത് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പം എയിൽ നിന്ന്, അതായത് 0 സ്റ്റാർട്ട് ചെയ്ത് ഡബ്ല്യു എ ബി ബൈ എല്ലിലേക്കും ഡബ്ല്യു എ ബി ബൈ എല്ലിൽ നിന്ന് അത് 0ലേക്കും, ആ രീതിയിലായിരിക്കും അതിന്റെ വേരിയേഷൻ. ബേസ് ലൈനിന്റെ മുകളിലായതുകൊണ്ട് പ്ലസ് മാർക്ക് ചെയ്തു, ഷെയ്ഡ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടുന്ന് ഒരു കാര്യം മനസ്സിലായി. ഇവിടെ ഇപ്പം എയ്ക്കും ബിക്കും പകരം ഏതെങ്കിലും ഒരു ലെങ്ത് ആണെന്ന് വിചാരിച്ചോ, അതുപോലെ ലോഡിന് പകരം വേറൊരു മാഗ്നിറ്റ്യൂഡ് ഇപ്പൊ 10 or 20 ഒക്കെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഈക്വേഷനിൽ കൊടുത്താൽ മാക്സിമം ബെൻഡിങ് മൊമെന്റ് കിട്ടും. ദാറ്റ് ഈസ് മാക്സിമം ബെൻഡിങ് മൊമെന്റ് when an eccentric point load is acting in a simply supported beam is WAB by L. ഓക്കെ, അപ്പം എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡ്, അതായത് അൺസിമെട്രിക് ആയിട്ടുള്ള ഒരു പോയിന്റ് ലോഡ് മാത്രം ഒരു സിംപ്ലി സപ്പോർട്ട് ബീമിൽ ആക്ട് ചെയ്യുകയാണെങ്കിൽ ആ ലോഡ് ആക്ട് ചെയ്യുന്ന സ്ഥലത്തായിരിക്കും മാക്സിമം ബെൻഡിങ് മൊമെന്റ് വരിക. അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് WB by L ആയിരിക്കും, WAB by L ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇവിടെ കംപ്ലീറ്റ് ആയി. ഓക്കെ.